സാറിന്റെ എവിടെ വെക്കുന്നേ? വണ്ടി വർക്ക്ഷോപ്പിലാ. വീട് വഴിയാണോ? ആ, ഞാനും വരാം. താനവിടെ ഇരുന്നോടോ. ഇങ്ങോട്ടോ, ഞാൻ ഓടിക്കാം. ആൻ്റപ്പൻ എവിടെ പോയിരുന്നു? ഞാൻ ശ്രീധരൻ മുതലാളിയുടെ വീട് വരെ പോയതാ. ശ്രീധരൻ മുതലാളികൾ? പുള്ളിക്കാരൻ എന്താ ഏർപ്പാട്? പുള്ളിക്കാരൻ വലിയ പണക്കാരനല്ലേ, വലിയ തോട്ടവും റബ്ബർ എസ്റ്റേറ്റും. പക്ഷെ ആള് മഹാസാധുവാ, പാവങ്ങളുടെ വലിയ കാര്യമാണ്. പുതിയ ജോലി കൊള്ളാലോ. എല്ലാം പഠിച്ചിരിക്കണ്ടേ. ആൻ്റപ്പൻ പോയിക്കോ. ലൈജയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വിശേഷമൊന്നുമില്ല. ഞാൻ വരട്ടെ. ശരി. ചൂടാകാതെ പോണേ. അല്ല, മറ്റോ മാത്രം മതിയോ? നിനക്ക് എന്റെ യൂണിഫോം തന്ന് നിന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത് എന്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ്. നീ ജയിലിൽ മരണവും കാത്തുകിടന്ന ഒരു കുറ്റവാളിയാണ്, അതറിയാമല്ലോ. സാർ, ഞാൻ ഒന്നും പറയണ്ട. നീ ഇവിടുന്ന് ചാടിപ്പോവാനായിട്ട് ശ്രമിച്ചു അല്ലേ? സാർ, ഞാൻ പറയുന്ന അങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി. ഇൻസ്പെക്ടർ ജോർജ് തോമസിനെ ആരും ഒന്നും പഠിപ്പിക്കണ്ട. ആൾക്കാരൊക്കെ വരുന്നു. 2 ഇടിയോടൊപ്പം തന്നെ ദീപിക്കട്ടെ. ഇടിയടാ. ഇതൊരു വല്ലാത്ത അവസ്ഥയാണല്ലോ സർ. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. ഞാൻ സലീമിനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത്. അറിയാം. തെറ്റ് ആരുടെ ഭാഗത്താണോ എന്തോ. തൽക്കാലം അവന് മാപ്പ് കൊടുത്ത് പറഞ്ഞു വിടണം. ഫാക്ടറി കിടന്ന് തെമ്മാടത്തരം കാണിക്കുന്നതിനൊക്കെ ഒരു അതിര് വേണ്ടേ? ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. മിസ്റ്റർ ഗുപ്ത പോയിക്കോളൂ, ഞാൻ വിട്ടേക്കാം. എനിക്ക് അവനോട് ചില കാര്യങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. അവനെ ഒന്നും ചെയ്യരുതേ. നോ,
ഓക്കെ സി യു. താങ്ക് യു വെരി മച്ച്. സാർ ഇരിക്കെ. അല്ല, ഇരിക്കണോ? കാര്യങ്ങളെല്ലാം എവിടം വരെയായി? എല്ലാം ഞാൻ ഒരുവിധം ശരിയാക്കി വരുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? ഈ മലമുകൾ മുഴുവൻ അവന്റെ ആൾക്കാരാണ്. ഇതുവരെ ആർക്കും സംശയമില്ല. ഏറ്റവും അപകടം പിടിച്ച ഭാഗത്താണ് നാം എത്തിയിരിക്കുന്നത്. അറിയാം. ഇതാണ് ഒരു വർഷത്തിനു മുമ്പുള്ള അവന്റെ യഥാർത്ഥ ഫോട്ടോ. ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഗാങ്ങുമായും ഇതിന് ബന്ധമുണ്ട്. ഒരാക്രമണത്തിലൂടെ മാത്രമേ നമുക്ക് ഇവനെ കീഴ്പ്പെടുത്താൻ കഴിയൂ. അതിലവൻ കൊല്ലപ്പെട്ടാൽ പോലും പ്രശ്നമില്ല എന്നാണ് എസ് പി സാർ പറഞ്ഞത്. പക്ഷേ അവന്റെ പക്കലുള്ള ആ മൈക്രോ ടേപ്പ് നമുക്ക് കൈക്കലാക്കണം. അത് കിട്ടിയാൽ രാജ്യത്ത് ഒറ്റിക്കൊടുത്തിട്ടുള്ള പല ചാരന്മാരെ കുറിച്ചുള്ള പല രഹസ്യരേഖകളും നമുക്ക് പിടിച്ചെടുക്കാം. ശരി സാർ. എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? ഇനി എന്നെ അവിശ്വസിക്കുന്നതിലാണ് എനിക്ക് വിഷമം. എന്റെ ജീവൻ പണയപ്പെടുത്തി ഞാൻ വാക്കുപാലിക്കും. അതോടൊപ്പം സാർ എനിക്ക് തന്ന വാഗ്ദാനവും. ഓക്കെ. മാനവിയുടെ മുഖംമൂടിയാണ് അവന്റെ ഇവിടുത്തെ തൽക്കാലായുധം. ഏതായാലും റോയി എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം അവൻ രക്ഷപ്പെടില്ല. എന്നെ വിശ്വസിക്കണം സാർ. ശരി, റോയ് വെക്കോളൂ. നമുക്ക് വീണ്ടും കാണാം. ഹലോ, മിസ്റ്റർ ജോർജ് സ്പീക്കിംഗ്. എന്തായി? കുഴപ്പമൊന്നുമില്ല സാർ. നമ്മൾ സംശയിച്ച പോലെ കുഴപ്പമൊന്നുമില്ല. ഈസ് ഓൾ റൈറ്റ്. എന്ന് തീർത്ത് വിശ്വസിക്കണ്ട. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എനിക്ക് വേറെ അറിയാൻ കഴിയും. എന്റെ സിസ്റ്റർ അവന്റെ കൂടെ ഉണ്ട്. സോഫിയോ? അതെ. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ്? കുഴപ്പമൊന്നുമില്ല സാർ. സോഫി അവന്റെ ഭാര്യയാണെന്നാണ് ഇവിടെ എല്ലാവരും ധരിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ കാണിക്കുന്നത് അഭിയോഗമാണ് മിസ്റ്റർ ജോർജ്. ഒന്നുമില്ല സാർ. അത്യാവശ്യത്തിനുള്ള രക്ഷ അവളുടെ കയ്യിലുണ്ട്. ഷീസ് മൈ സിസ്റ്റർ. റോയി അവിടെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. അവന്റെ സിസ്റ്ററിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ പ്രകാശിന് മാത്രമേ അറിയാവുള്ളൂ. മറ്റാർക്കും അവനെ അറിയില്ല. അവനും. സാറ് രാത്രി പുറപ്പെടും അല്ലേ? അതെ. സാറ് സ്റ്റേഷനിൽ വരണ്ട, ക്വാർട്ടേഴ്സിലേക്ക് വന്നാൽ മതി. ഓക്കെ. ഒരു ചായ ചോദിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞല്ലോ എന്റെ മലിക്ക. ഒന്ന് വേഗം കൊടുത്തായിരിക്കും. കാശ് തന്നിട്ടല്ലേ. ഇതിലുണ്ടോ ആളെ? കടിക്കണോ? വേണ്ട, മാന്തണം. പറ്റുമോ? എടാ ബാബുട്ടി, നീ കമ്പനി പോയില്ലേ? ഇല്ല. ഇന്ന് രാത്രി നൈറ്റാ? അതെ. നിന്റെ കമ്പനിയിൽ മാത്രം സമരമില്ല. അച്ഛാ. എന്തിയടാ? എന്തോ ഉണ്ട്. മോന് ചായ വേണ? വാ അമ്മാരിക്ക് ഒരു ചായ എടുത്തേ. ഈ വള്ളി നിന്റെ മണ്ടം നിന്റെ ഒരു വള്ളി കേട്ടിട കൈ കേട്ടിട. എന്താ മോനെ? ഒന്നുമില്ല. എനിക്ക് വട വേണം. എത്രണ്ണം വേണം? 5 എണ്ണം. 5 എണ്ണം മതിയല്ലേ? എടാ, ഒന്നാമത് നിന്റെ ഗ്രഹിണി മാറിയിട്ടില്ല. അത് എടാ, ഇത് കടലമാവാണ്. വാഷറിളകി പോവും. പോച്ചിക്ക് ഉണ്ടില്ല അച്ഛാ. പോന്നെ നീ ആകെ വേർക്കുണ്ടല്ലോ. അത് ഓടിട്ടാ. പതുക്കെ വലിയടാ, ചൂടാടാ. എന്തോ ഉണ്ട്, അല്ലാതെ നീ ഇങ്ങനെ ഓടി വരൂല്ലല്ലോ. പിന്നെ അച്ഛാ, നമുക്കിപ്പോ വീട്ടിൽ പോവാം. അല്ല, ഒരു ചായ കൂടി കുടിച്ചിട്ട് പോവാ. ചായ പിന്നെ കുടിക്കാച്ചാ, നമുക്കിപ്പോ പോവാം. അപ്പൊ എന്തോ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് പോവാം. എന്തിയടാ? പിന്നെ 2-2.5 മണിക്കൂർ മുമ്പേ നമ്മുടെ വീട് ഓടിട്ടല്ലേ? അല്ല അച്ഛാ, 2-2.5 മണിക്കൂർ മുമ്പേ അല്ല, നമ്മുടെ വീടുണ്ടല്ലോ, തീ പിടിച്ചല്ലോ. സോഫി, ഇതാ വരുന്നു. ഏതായാലും പേരുകൊള്ള സലീം. ചായ കുടിക്കൂ. എങ്ങനെയുണ്ടടി എന്റെ മീശ? കൊള്ളാം. ആ റിവാൾവർ എവിടെ? അത് ഞാൻ ഭദ്രമായി തലേന്നയുടെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങ് എടുത്തോണ്ട് വന്നേ.
ദാ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ബുള്ളറ്റ്സ് ആണ് ഞാൻ എടുക്കുന്നു. ഇനി ഇതിൽ ഇത് വേണ്ട. ഇത് ഒറിജിനൽ ബുള്ളറ്റ്സ് ആണ്, സൂക്ഷിക്കണം. ആ റോയ്, നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നല്ലവനല്ല. തിളച്ചു മറിയുന്ന ഒരു അഗ്നിപർവ്വതം നെഞ്ചിലൊതുക്കിയാണ് അവൻ നടക്കുന്നത്. അത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും. അതിൽ നീയോ ഞാനോ അവനൊരു പ്രശ്നമായിരിക്കില്ല. വളരെ വേഗത്തിൽ അവൻ നിന്നെ വീഴ്ത്തിക്കളയും. ബി കെയർഫുൾ. ഇനി കൂടിയാൽ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ കാര്യവും തീർത്ത് നമുക്ക് മടങ്ങാം. ഇതുവരെ എനിക്കെതിരെ ഒന്നും കാണിച്ചിട്ടില്ല. അതും അവന്റെ ഒരു ആയുധമാണ്. നീ തീർത്തും വിശ്വസിക്കരുത്. വളരെ ചെറുപ്പം മുതലേ എനിക്ക് അവനെ അറിയാം. ഇത്രയും ധൈര്യശാലിയും പരിക്കനുമായ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ തെരഞ്ഞെടുത്തത്. ചേട്ടൻ എവിടെ താമസിക്കുന്നത്? തൽക്കാലം മമ്മാലിക്കാട് വീട്ടിലാണ്. ഇന്ന് മുതൽ എന്നെ ഈ ഫോൺ നമ്പറിൽ കിട്ടും. SP രഹസ്യമായി താമസിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഞാൻ വരട്ടെ. ശരി. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ റോയിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതി. രാത്രി അവനെ എങ്ങും പുറത്തു വിടരുത്. അഥവാ പോയാൽ തന്നെ എന്നെ ഇൻഫോം ചെയ്യും.